ജുനാഗഡ് നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു കോട്ടയാണ് ഉപ്പർകോട്ട് കോട്ട എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ പ്രൊനൗൺസിയേഷനിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഉപ്പർകോട്ട് കോട്ട എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർന്ന കോട്ട എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ എൻട്രൻസ് വഴി കയറി വന്നു. കോട്ടയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതാ ഇത്രയും വിശാലമായിട്ട് പരന്ന് കിടക്കുന്നതാണ് കോട്ട. ആ കോട്ടയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മാപ്പ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോട്ട കേട്ടോ. എന്തൊരു ദൈവം എന്തോ ഉണ്ട്. ഇവിടക്കൊന്ന് പോകണ്ട, ഇവിടക്കാതെ കേറിയ നമ്മൾ കഴിഞ്ഞ് ഇറങ്ങാ. അഞ്ച് വേണ്ട, 2 കിലോമീറ്റർ മതി. ഇത് സംഗതി വമ്പൻ കൊളാട്ടോ. ഇതെന്താ കൊള? എന്താ അറിയില്ല. പോയേക്കാം. അവിടെ നിന്ന് നമ്മള് ഭൂഗർഭറകളിലേക്ക് ഇറങ്ങാണ് കോട്ടന്റെ. ഓ, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നല്ല കയറി. ഓ, എന്താ പൊതിരെ. പ്രാവുകളുണ്ട്. പ്രാവ് ഇങ്ങനെ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട് വലത്തൊക്കെ. നല്ല തണുപ്പുണ്ട്. ഭയങ്കര ചൂടേനി പുറത്ത്, പക്ഷെ ഇതിനുള്ളിൽ ഭയങ്കര തണുപ്പ്. ഇത് ഇവിടെ നിന്നാണ്ട് ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ മുകളിൽ അവിടെയാണ് റോഡ്. ഇത്ര ഭാഗം താഴത്തേക്കാണ്. ഓ, നന്നായിട്ട് പ്രാവിൻ്റെ കാസ്റ്റ് നല്ലോ മണക്കുന്നുണ്ട്. നിറയെ പ്രാവുകളുണ്ട് കേട്ടോ. എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അറിയില്ല. ഇത്ര ഭാഗം താഴ്ത്തേക്കാണ് ഇറങ്ങുന്നത്. എത്ര ഇതൊക്കെ ഹൈറ്റ് എന്നറിയാം. ഇവിടെ ഒരാൾ നിന്നാലേ അതിൻ്റെ ഹൈറ്റ് അറിയില്ല. അത് മനുഷ്യന്മാർ നോക്കിയാണ്. ഒരു 7 അടി ഹൈറ്റുള്ള ആളാണിത്. ഇത്ര ഹൈറ്റിലാണ്. ഫുള്ള് കാക്കകളെ അലമ്പാക്കിയാണ്. ഇറങ്ങിയ സ്ഥലമൊക്കെ നമ്മൾ തിരിച്ച് കയറുകയാണ്. ഒരുപാടുണ്ട് കേട്ടോ കയറാൻ. കോട്ട മൊത്തത്തിൽ 5 കിലോമീറ്ററോളം സ്ഥലമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ അത്രയും വഴികൾ നമ്മൾ തിരിച്ച് കയറുകയാണ്. അടിയിൽ നല്ല തണുപ്പാണ്. ഒരുപാട് കയറിയിട്ടുണ്ട്. വളരെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ളൊരു കോട്ട തന്നെയാണ്. നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവാണ് കോട്ടയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ മുകളിൽ കാണാൻ കഴിയും. എൻട്രൻസ് ടവർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു ആൽമരയുണ്ട്. പോലീസ് സ്റ്റേഷനാണ് തോന്നുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സെക്യൂരിറ്റി ചെക്കിങ് കൂടി ഉണ്ട്. ഓക്കെ, നല്ല തണുപ്പും നല്ല തണലും ലഭിക്കുന്ന ഒരു കോട്ടയാണിത്. കൊത്തുപണികളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഗുജറാത്തിൽ എവിടെ നോക്കിയാലും ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള വാഹന സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ പിന്നെ നടന്ന് കാണാൻ തന്നെയാണ് തീരുമാനം. പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ജുനാഗഡ് നഗരം എത്രത്തോളം വിശാലമാണെന്നും അത് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ മറ്റു വലിയ പീരങ്കികളൊക്കെ കാണുന്നുണ്ട്. ചെറുതും വലുതായിട്ടുള്ള പീരങ്കികളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ നഗരത്തിൻ്റെ പൂർണ്ണമായിട്ടും ഉയരത്തിൽ നിന്നുള്ളൊരു കാഴ്ച കാണാം കേട്ടോ. ഇത്രയും വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന സിറ്റിയാണ്. അത് ചോദിച്ചപ്പോൾ മനസ്സിലായത് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറിയാൽ രാജാവിനില്ലാത്ത മറ്റാർക്കും ഇതിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള വഴി എത്ര പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ആക്രമിക്കാൻ വരുന്ന ആളുകളിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കോട്ടയുടെ ഉള്ളിൽ വൈകുന്നേരം ഇത് ക്ലോസ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ആരും നിൽക്കില്ല എന്നാണ് പറയുന്നത്.
പിന്നെ നിന്ന് കഴിഞ്ഞാൽ മരണം ഉറപ്പാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവരൊരു വിശ്വാസം കൂടിയാണെന്നാണ് പറയുന്നത് കേട്ടോ. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കോട്ടയുടെ ഉള്ളിലുള്ള ധാന്യപ്പുരകളാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ചില്ലിട്ട് മൂടിയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അത് സൈഡിൽ കൂടെ പോകാലോ, ഗ്യാപ്പുണ്ടല്ലോ. ഇത്ര വലിയ ധാന്യപ്പുരയാണ്. ഇതിൻ്റെ അടിക്കൊക്കെ എത്രയോ ആഴങ്ങൾ മറ്റൊരു കാഴ്ചയാണ്. ഇതിൻ്റെ അവിടെ മുകളിൽ പിന്നെ അമ്പലങ്ങൾ, ജൈന മതവിശ്വാസപ്രകാരമുള്ള അമ്പലങ്ങളും ഹിന്ദു വിശ്വാസപ്രകാരമുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ വെള്ള കാണുന്നത് 33 കോടി ദൈവങ്ങളുണ്ട് എന്തൊക്കെ പറയുമല്ലോ, അതൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് അടുത്ത് കാണാനും വിധാനമുണ്ട് കേട്ടോ. കോട്ടയിലുള്ള ഒരു കിണറാന്നാണ് പറഞ്ഞത് കേട്ടോ. എത്രങ്ങാനും ഇതിൻ്റെ ആഴം കാണില്ല. എന്തിലേക്കൊന്നും ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊരു അമ്പലം എന്തോ ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ സംഭവമാണ് കോട്ട. അവ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഗേറ്റ് അല്ല കിണറുണ്ടല്ലോ, അത് അച്ഛന് കാണാനുള്ളൊരു അവസരമായിട്ടത്. ഇതിന് താഴേക്കുഞ്ഞുണ്ട്. നമ്മൾ ആദ്യം പടം നോക്കുക. ഒക്കെ മനുഷ്യന്മാർ നിർമ്മിച്ചതാണല്ലോ. ഇതായില്ല, അതായിരിക്കും ആയാലും സുബ്ഹാന ജല്ല ജലാലാ. നോക്കിയാണ് അതിലൊക്കെ അങ്ങോട്ടൊക്കെ എൻട്രൻസുകളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയാൽ അവിടുന്നാ ഇത്ര താഴേക്ക്. അപ്പോൾ അത്രയും താഴേക്ക് ഇറങ്ങാൻ കഴിയും. വീണ്ടും താഴേക്ക് ഇറങ്ങാൻ പോവാണ്. കണ്ണെത്താ ദൂരത്തോളം താഴേക്ക് സ്റ്റെപ്പുകളുണ്ട്. മനുഷ്യന്മാരുണ്ടാക്കിയതാണ് റബ്ബേ. ഇതൊക്കെ പാറ മോഡലും തോന്നിയിട്ടുണ്ട്. താഴേക്ക് എത്തുന്തോറും ഇരുട്ട് കൂടി വരികയാണ്. കുറേ പ്രാവുകളുണ്ട്. പ്രശ്നമുണ്ട്. അള്ളാടതാ പ്രാവ് വിളിക്കണേ. ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. താഴേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങും തോറും തണുപ്പ് കൂടി വരികയാണ്. ഓക്കെ, ഫ്ലാഷ് അടിച്ച് നോക്കട്ടെ. സ്റ്റെപ്പിൻ്റെ സ്റ്റൈല് ചെറുങ്ങനെ മാറിയിട്ടുണ്ട്. ഓ ബേസിക്കലി തന്നാൽ മതി. ഫ്ലാഷാണ് ആക്കിയാളേ. നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ ഏറ്റവും അടിയിലെത്തിട്ടോ. ഈ ഇറങ്ങിയതൊക്കെ തിരിച്ച് കയറണം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ലേറ്റ് വെയിറ്റ് ചെയ്തോളെ. ഇതന്നെ കാശ്. പൊട്ടി പൊളിയാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മേൽഭാഗം കാണില്ല, അത്രയും താഴ്ചയിലാട്ടുള്ളത്. ഈ കാണുന്ന ഈ ഓരോ വരകളും ഓരോ ചാലുകളായിരുന്നു എന്നാണ് പറഞ്ഞത്. കുറേയൊക്കെ ഇപ്പം കേടുന്നു പോയതാണ് കാലക്രമേണ. അവൻ മുകളിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ ആ ചാല് വഴി ഇങ്ങനെ വന്ന് ഇതിൽ ഫില്ലാവുന്ന അവർ പറയുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പുകളൊക്കെ തിരിച്ച് കയറാണ് കേട്ടോ. സ്റ്റെപ്പുകളൊക്കെ കോട്ടയിലുള്ള ഇത്തരത്തിലുള്ള ഈ പൊത്തുകളിലാണ് സ്ഥാനം പിടിച്ചത് കേട്ടോ. കിഴക്കുണ്ട്.
കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും അത്തരത്തിലുള്ള കിണറിലേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ. ഇറങ്ങാനാവില്ല, കുറച്ച് അടിയിക്കാം. ഇവിടെ എൻ്റെ കോട്ടയുടെ അപ്പുറത്തായിട്ട് വലിയ മലനിരകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതൊക്കെ ആദ്യം മുതൽ ഇതുവരെ കുത്തനിറക്കാണ് അടിയിക്ക്. അപ്പം എത്രത്തോളം ആയുണ്ടാവും നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. താഴേക്ക് ഇറങ്ങുന്നില്ല, ഇറങ്ങി കയറാനാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാൽ നമ്മൾ ഈ ഒരു കിണറിലേക്കാട്ട് എത്തുക. പക്ഷെ നമ്മൾക്ക് കിണറിൽ ഉണ്ടാക്കലൊരു ത്രില്ലിന് ഇതുകൊണ്ട് നോക്കിയാൽ നമുക്ക് ഈ നഗരത്തിൻ്റെ കാഴ്ചയൊക്കെ കാണാൻ കഴിയും കേട്ടോ. നമ്മളിവിടുത്തെ ലോക്കലായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഇവിടുത്തെ അധ്യാപകൻ അവർ പറഞ്ഞത് ഇവിടെ അങ്ങാകലെ കാണുന്ന ആ പോയിന്റിൽ നിന്ന് ആ കാലത്ത് ശിക്ഷയ്ക്ക് വിധിച്ച ആളുകളെ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് കേട്ടോ, അതിന് താഴേക്ക് ആളുകളെ വലിച്ചെറിയും. അപ്പോഴത്തെ വലിയ കാടുകളാണ്. പകുതി ചിലപ്പം പൂർണ്ണമായിട്ട് മരിക്കൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള വന്യമൃഗങ്ങളൊക്കെ അവരെ ഭക്ഷിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ടോട്ടൽ സ്റ്റെപ്പ് നോക്കി 10,000 കഴിഞ്ഞ് മാത്രം നടന്നു. ഇതിപ്പോ നമ്മള് ഇവിടെ ഉള്ളത് എങ്ങനെ അറിയാ? 3 ഗേറ്റിങ് എത്താന് ഒരാവേശത്തിൽ സൈക്കിൾ എടുത്തവരൊക്കെ സൈക്കിൾ കൊണ്ടുണ്ട്. അല്ലോ ഇവിടെ എന്തൊരു ബുദ്ധിസ്റ്റ് കേവ് ഒക്കെ ഉണ്ട്, പക്ഷേ എൻട്രി ഇല്ല. അടുത്തതായിട്ട് വേദിയിൽ നടക്കാൻ പോകുന്നത് റീൽ ഷൂട്ടിംഗ് ആണ്. നോക്കാ മാക്സ് ഗുരു വീഡിയോ എടുക്കുന്നുണ്ട്, ജാസ് ലീഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർ നോക്കാം. കുട്ടിയമ്മാസ് നേതൃത്വം നൽകുന്ന ഡാൻസ് ക്ലാസ്. ശരിക്കും ഈ കോട്ട മുഴുവൻ കണ്ടിട്ട് ഇത് കൂടെയാണ് എക്സിറ്റ് കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ കറങ്ങി നടന്ന് കുഴങ്ങി നമ്മൾ കയറി കൂടെ എത്തി. അത് വേറെ കാര്യം. നാട്ടിലൊരു ആപ്പോട്ടശേ പോണ ആൾക്കാരാണ്. ബാക്കിൽ 3, ഒരാൾ കൂടി പോവാം, 4 കൂടെ പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. എത്ര ആളാണെന്ന് ഇറങ്ങിയോ നോക്കിയോട്ടോ മക്കളെ, എത്ര ആളുണ്ട് നോക്കിയോളേ. നമ്മളെ നാട്ടിലുള്ള സാധാരണ ഒരു ഓട്ടോറിക്ഷ പേര് നോക്കിയോളിയാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അതേ മോഡലായിരിക്കും. 2, 3, 4, 5, 6, 7, 8, 9, 10 ആള് മിനിമം ബസ്സിൽ. അല്ല ബസ്സിൽ ഓട്ടോറിക്ഷയിൽ. നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി നമ്മൾ ജുനഗഡ് നഗരത്തോട് യാത്ര പറയാണ്. ഓക്കെ, നമ്മൾ റോപ്പ് വേയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് ബോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കണം. ഫൈൻ ജുനഗഡിലെ റോപ്പ് വേയിലേക്കുള്ള യാത്രയാണ്. ഈ മല കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. താഴെ നല്ല അരുവി പോകുന്ന നമുക്ക് കാണാൻ കഴിയും. അതാണ് സംഭവം, കണ്ടോളി. അങ്ങനെ മുകളിലേക്ക് പോകും. ഇവിടുത്തെ നൂഡിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പം സഹിക്കാൻ കഴിയാതെ പഴം കഴിക്കാൻ നടന്നോക്കല്ലേ, ഇതിങ്ങനെ നടന്നോക്കല്ലേ. പഴം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകൾ കാണാൻ. ഇതാണ് ആ റോപ്പ് വേ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തയ്യാറത്തെത്തി. പക്ഷെ അങ്ങോട്ട് ടിക്കറ്റ് ഉണ്ട്, ഇങ്ങോട്ട് ടിക്കറ്റ് ഇല്ല. ഇങ്ങോട്ട് ടിക്കറ്റ് ഇല്ലാത്ത പക്ഷെ നമ്മൾ 2 മണിക്കൂർ
നടക്കേണ്ടി വരും. 5000-ൽ കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. ആളുകളാണ് കേട്ടോ. അവരെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാണ്. വേനക്കുണ്ട്, പുളിമിഠായി, കടല, ചുരുവുള്ള കാശകളാണ് കേട്ടോ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോട്ടിലൊക്കെ വെള്ളമാണ്. നമ്മുടെ വക്കീൽ അവിടെ പോയി വന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ മുകളിലുള്ള കാഴ്ചയായി കാണാം. പൂർണ്ണമായിട്ടും മഞ്ഞിൽ മുടി കിടക്കുകയാണ്. നമ്മൾ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യാം. ഭക്ഷണം കഴിച്ചു. അപ്പം ഇവിടെ അങ്ങനെ ഭക്ഷണം അങ്ങനെ കിട്ടുന്ന സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഇവിടുത്തെ താത്താരുണ്ടാക്കി തരുന്ന ചപ്പാത്തി. ഇതിൽ എയർ സിസ്റ്റമാണ്. എയർ അടിച്ചിട്ട് തരുന്നു. അങ്ങനെ ചപ്പാത്തി ചുടുന്നത് ഇവിടെയും ചുടുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആളുകൾ വന്നാൽ ഇവിടേക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. ഓക്കെ, അതാണ് കേട്ടോ ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആയിട്ടുള്ള മല. ഇവിടെ പോയി ടീച്ചേഴ്സിനൊക്കെ ആകെ 2 മിനിറ്റ് മാക്സിമം അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. കൂടുതലവിടെ നിന്ന് ആസ്വദിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷേ അത് കയറുന്നത് ഇറങ്ങുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ഇവിടെ കന്നുകാലികൾ പിന്നെ പരക്കാൻ നടക്കുന്ന സ്ഥലമാട്ടോ. ഇവിടെ യാതൊരു നിയന്ത്രണം വെച്ച് നിങ്ങൾക്കില്ല. അവിടെയുള്ള കന്നുകാലികൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. വലിയ കൊമ്പുകളാണ്. ഇതിന് അത്ര വലിപ്പമൊന്നുമില്ല, ഒരു ആവറേജുള്ളൂ. പക്ഷേ ഉള്ളതൊക്കെ വലിയ കൊമ്പുകൾ. പിന്നെ ഇത്തരത്തിലുള്ള യാചിക്കുന്ന ഒരുപാട് സ്ത്രീകളെ പുരുഷന്മാരൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫോട്ടോ എടുക്കാൻ ട്രൈ അടിക്കാനേ ആട്ടിയാലും നമ്മളാട്ടും. പശുവിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണം കേട്ടോ. ഈ പറഞ്ഞ ചപ്പാത്തി ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് എന്താണ് വിശ്വാസപ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തലച്ചോറിലെത്തി. ഭയങ്കര നമ്മള് യാത്രാമധ്യേ കണ്ട ഒരു സ്ഥലമാണ് ഒരു അങ്ങാടിയാണ്. നമ്മളെ നാടൊക്കെ ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ജീവിതം. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഫോണോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫോൺ ഇവരുടെ അടുത്തുണ്ട്, പക്ഷെ അവർ കുറേ ബാക്കിലാണ്. വണ്ടി കണ്ടില്ല. ഇത്തരത്തിലാണ് ഇവരെ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. 25 വർഷം ജീവിച്ച 2 യുവമിഥുനങ്ങളെ കുറിച്ച് അപ്പോ ഐസ്ക്രീം വരും. താങ്ക് യു. കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാം. എല്ലാവരും 2 വാക്ക് പറഞ്ഞു കേട്ട് വരിട്ടോ. പ്രിയപ്പെട്ട വേറെ ആദ്യം ഉണ്ടോന്നൊക്കെ ആലോചിച്ച് നോക്കിട്ടോ.
ഷാനുവിന്റെ ചൂടിയ പെണ്ണേ പുതുമാരൻ ഷാനുവിന്റെ പുതുനാരി സെലിനവേ മനവാളൻ ഷാനുവിന മനവാട്ടി സെലിനവേ മനവാളൻ തകൃതാവില്ലത്തെ സിൽവർ ജൂബിലി വൈവാഹിക സിൽവർ ജൂബിലിയാണ്. ഏറെ സന്തോഷത്തോടെ മാഷെ തൊപ്പടിച്ചു. ആശംസകളോണ്ട് പെരുമയാണ്. ഉമ്മാന്റെ കരളെ ഉമ്മാന്റെ കുരുളെ മുത്താണ് നീ നമുക്ക്, മുത്താണ് നീ നമുക്ക്. സഖി ഒരു കുലമന്ദിരി വാങ്ങിടുവാനായി നാലന കൈ ഒരു രാഗനേകം. അങ്ങനെ നമ്മൾ ബസ്സോടെ ഇറങ്ങി ഗീർവനത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. ഓക്കെ, അപ്പം ബസ് ഇങ്ങോട്ട് പോകില്ല. അപ്പം നമ്മൾ രാത്രി കാട്ടിൽ കൂടി വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് റിസോർട്ടിലെത്താൻ. അപ്പോൾ നമ്മൾ സിംഹങ്ങൾ അധിവസിക്കുന്ന ഗീർവനത്തിന് സമീപത്താണ് കേട്ടോ. പക്കാ ഫോറസ്റ്റ് നടുവിലാണ് നമ്മുടെ സ്റ്റേ. പിന്നെ വളരെ വലിയ ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ പെട്ടെന്ന് റിസോർട്ടിൽ കയറട്ടെ. കിളികളെയും മറ്റു ജീവജാലങ്ങളൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ എടുത്തിട്ട് പറയാം. ഇതാണ് നമ്മളിന്ന് സ്റ്റേ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഓക്കെ, നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മളെ സ്വീകരിച്ചത് ഇവിടെ ഒരു സിംഹത്തിൻ്റെ ഒരു പ്രതിമയാണ്. ഇവിടെയൊക്കെ അതേപോലെ നമുക്ക് സിംഹങ്ങളുടെ ഫോട്ടോകൾ കാണാം. ഇനി റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. നമ്മുടെ മുന്നിൽ തന്നെ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു കേട്ടോ. നമ്മളിവിടെ നോക്കുന്ന സമയത്തോടൊരു സൂപ്പർ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി നല്ല ആംബിയൻസുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നാൽ ഇതാണ് കേട്ടോ ബാത്റൂം. ഓക്കെ, ടർക്കി കാര്യങ്ങൾ ഒക്കറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഹെയർ ഡ്രയർ, ഷാമ്പുകളുണ്ട്, ഹാൻഡ് വാഷ് കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ നമ്മുടെ റൂം കേട്ടോ. ായിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ വേറെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഓക്കെ, ഇതാണ് നമ്മളെ പൂള്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. ഓക്കെ, ഇതാണ് കേട്ടോ കഫറ്റീരിയ ഇവിടുത്തെ. ഇവിടെ അത്തരത്തിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ വിശാലമായിട്ടുള്ള റിസോർട്ടാണ്. അതിലൊക്കെ റൂമുകളുണ്ട്. ഓക്കെ, ഈർവനത്തോട് വളരെ അടുത്ത് കിടക്കുന്ന റിസോർട്ട് കൂടിയാണ് കേട്ടോ. ഇവിടെ ചോദിച്ചപ്പം ആകെ 3-4 കിലോമീറ്റർ കഴിഞ്ഞ് ഈർവനത്തിലേക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊക്കെ മാവുകളാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഈർവനത്തോട് ചേർന്ന റിസോർട്ട് ആയതുകൊണ്ടായിരിക്കാൻ പറ്റും. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലെ ഈ പിക്ചറുകൾ മുഴുവൻ സിമുട്ടുമായി ബന്ധപ്പെട്ടുള്ള പിക്ചറുകളാണ് കേട്ടോ. അവിടെയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ റൂമിലേക്ക് എത്തും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളൊരു മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ റൂം കൂടെ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ അന്വേഷിക്കാൻ വന്നതാണ് കേട്ടോ. ഓക്കെ, നോക്കാം. സൂഫി മാഷ് നമുക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു. ഓ ഇല്ല, ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. ക്യാഷ് എക്സ്ട്രാ പിന്നെയും കൊണ്ടുവന്നു. ഓല് വന്നെടുക്കൂലേ? ഭക്ഷണം കണ്ട് നോക്കാം നമുക്ക്. നമ്മൾ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു ഓല് റൂമിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഓ, ഇത് ഒരുപാടുണ്ടല്ലോ. ടൗണിൽ നിന്നൊക്കെ മാറിയണ്ടേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടുണ്ട്, അടിപൊളി. നമ്മളിവിടുന്ന് ഓർഡർ ചെയ്താൽ മതി, റൂമിലേക്ക് എത്തിക്കുക.